നമസ്കാരം. എൻ്റെ പേര് ശ്വേത സുനിൽ. ഞാൻ പ്രാൺ ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. സാന്ത്വന ഹോമിയോപ്പതി ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം നമുക്ക് സ്ട്രെസ്സിൻ്റെ ഡയറ്ററി മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും. സ്ട്രെസ്സിനെ നമുക്ക് ഡയറ്റ് കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റിൽ ഡയറ്റ് വളരെയധികം സിഗ്നിഫിക്കന്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. കാരണം നമ്മുടെ ബോഡി സ്ട്രെസ്സിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ റിക്കവറി വരും എന്നുള്ളതെല്ലാം ഡയറ്റാണ് ക്രൂഷ്യലായിട്ട് പ്ലേ ചെയ്യുന്നത് റോള്. അപ്പോൾ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് ഡയറക്റ്റ്ലി നമ്മുടെ മൂഡിനെ അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവലിനെ അല്ലെങ്കിൽ ഹോർമോണൽ ബാലൻസിനെ എല്ലാം ബാധിക്കും. അപ്പോൾ ഡയറ്ററി മാനേജ്മെന്റ് നമ്മൾ പറയുമ്പോൾ കുറച്ച് കീ റോൾസ് ഉണ്ട്. അതായത് മെയിൻലി നമ്മൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ മെയിൻലി നമ്മൾ ഫസ്റ്റ്ലി ഫോക്കസ് ചെയ്യേണ്ടതാണ് കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ നമ്മൾക്ക് എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാമെന്ന് നോക്കേണ്ടത്. അപ്പോൾ കാരണം ക്രോണിക് സ്ട്രെസ് വരുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസ് വരും. നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ പുവർ സ്ലീപ്പ്, നമ്മുടെ ഡയറ്ററി പാറ്റേണിൽ തന്നെ വളരെയധികം ചേഞ്ചസ് വരും ഈ ഒരു കാരണങ്ങൾ. അപ്പം നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് അല്ലെങ്കിൽ ഫുഡിൻ്റെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നതാണ് വൈറ്റമിൻ സി, മാഗ്നീഷ്യം, സിങ്ക് പോലെയുള്ളവ. കാരണം ഇത് നമ്മുടെ കോർട്ടിസോൾ ലെവലിനെ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സെറോട്ടോണിൻ, അതായത് ഹാപ്പി ഹോർമോണിനെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തതായി നമ്മുടെ സ്റ്റെബിലൈസിങ് ബ്ലഡ് ഷുഗർ ലെവൽസ് ആണ്. കാരണം നമ്മളൊരു ഹൈ ഷുഗർ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഹൈ ഷുഗർ ഡയറ്റ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസിൽ വളരെയധികം സ്പൈക്സ് വരികയും നമ്മുടെ ബോഡിയുടെ റെസ്പോൺസ് ലെവലൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആവുകയും ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂഡ് ഫറ്റീഗ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇറിറ്റബിലിറ്റി പോലുള്ള സിംറ്റംസ് ഒക്കെ നമുക്കൊന്ന് ഒഴിവാക്കാൻ കഴിയും. അടുത്തതായി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്ക് ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മുടെ മെയിൻ ഫോക്കസ്. കാരണം അത് നമ്മുടെ എന്താണ് ബ്രെയിൻ ഫംഗ്ഷനെ പ്രോപ്പർ ആക്കാനും നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് പ്രോപ്പർ ആവാനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ അതിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടതാണ് വൈറ്റമിൻ ബീസ്, പിന്നെ മാഗ്നീഷ്യം, സിങ്ക് പോലെ തുടങ്ങിയവ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ലാക്കിംഗ് കാരണം തന്നെ നമുക്ക് വളരെയധികം ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഈ ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റെഡ്യൂസിങ് അവർ ഇൻഫ്ലമേഷൻ. കാരണം ഒരു ക്രോണിക് സ്ട്രെസ്സും പുവർ ഡയറ്റും ഒരു വളരെയധികം ഇൻഫ്ലമേറ്റിംഗ് സ്റ്റേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പം നമ്മൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള ഭക്ഷണങ്ങളിലായിരിക്കണം അടുത്ത ശ്രദ്ധ പോവേണ്ടത്. അതായത് ടെർമറിക്, ലൈക്കോപ്പീൻ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസും അതേപോലെ തന്നെ ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മുതലായവയൊക്കെ നമ്മൾ ഡെയിലി ഒന്ന് ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുമൂലം നമ്മുടെ ആ ഒരു ഇൻഫ്ലമേഷൻ കുറയാനും നമ്മുടെ ആ ഒരു ക്രോണിക് സ്ട്രെസ് ലെവൽ ആയാലും അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇവ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ ഗട്ട് ഹെൽത്ത് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. കാരണം ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ്. അപ്പം നമ്മൾ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആക്കിയാൽ തന്നെ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. കാരണം ഗട്ട് ആണ് നമ്മുടെ അറൌണ്ട് 90% ഓഫ് ദ സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡയറ്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തൊക്കെ കഴിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ റിച്ചസ്റ്റ് സോഴ്സ് നമുക്ക് വരേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. കാരണം അത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ പ്രോപ്പർ ആക്കാനും റെഗുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സെറോട്ടോണിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നീട് വരുന്നതാണ് ലീൻ പ്രോട്ടീൻസ്. അതായത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആവശ്യം വരുന്ന അമൈനോ ആസിഡ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോട്ടീൻ ആണ്. അതേപോലെ അടുത്തതെന്ന് പറയുമ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ്. അതായത് നമ്മുടെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. പിന്നീട് വരുന്നതാണ് മാഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഒരു കാമിങ് എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മാഗ്നീഷ്യം കണ്ടന്റ്. അപ്പോൾ മാഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അധികം ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ വൈറ്റമിൻ സി.
വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ആ ഒരു കോർട്ടിസോൾ ലെവൽ, അതായത് സ്ട്രെസ് ഹോർമോണിനെ ഒന്ന് കുറയ്ക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളാണ് നമ്മുടെ ഡെയിലി ഡയറ്റിലേക്ക് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അതേപോലെ തന്നെ ചില മൂഡ് ബൂസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള ഭക്ഷണങ്ങളുണ്ട്. അതായത് ട്രിപ്റ്റോഫാൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതായത് ഡ്രൈഡ് ആയിട്ടുള്ള ഡേറ്റ്സ്, നട്ട്സ്, അവോക്കാഡോ, ബനാന പോലെയുള്ള ഫ്രൂട്ട്സ്, പിന്നെ പല നട്ട്സ് ആൻഡ് സീഡ്സ് പോലെയുള്ളവ. ഇവയെല്ലാം നമ്മുടെ ആ ഒരു ട്രിപ്റ്റോഫാൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇത് നമ്മുടെ സെറോട്ടോണിൻ, അതായത് നമ്മുടെ ഹാപ്പി ഹോർമോണിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പം നമുക്ക് അഡീഷണലി ഈ ഒരു ഭക്ഷണങ്ങളും കൂടെ മെയിൻലി ഫോക്കസ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്ട്രെസ് ലെവലിനെ കൂടുതൽ വേഴ്സൺ ആക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ആൽക്കഹോളും കഫീനും. കാരണം ഇതൊക്കെ നമ്മുടെ ആ ഒരു സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഒരു ടെമ്പററി നംനെസ് നമ്മുടെ ആ ഒരു സ്ട്രെസ് ലെവലിന് തോന്നിയാൽ കൂടി നമ്മുടെ സ്ലീപ്പ് ഡിപ്രിവേഷൻ വരാനും നമ്മുടെ മൂഡിനെയൊക്കെ കൂടുതൽ ഇറിറ്റബിൾ ആക്കാനും ഒക്കെ ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫുഡ് ഐറ്റംസ് ആണ്. അതായത് കഫൈനേറ്റഡ് ബീവറേജസ് ആയാലും ആൽക്കഹോൾ ആയാലും. പിന്നീട് വരുന്നതാണ് ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതായത് ദേ ഗിവ് നത്തിങ് ബട്ട് അത് പുവർ ആയിട്ടുള്ള ന്യൂട്രിയന്റ് പ്രൊവൈഡ് ചെയ്യുകയും നമ്മുടെ ആ ഒരു എനർജി ലെവലിനൊക്കെ ഒരു ഡിപ്പ് വരികയും ഒക്കെ ചെയ്യുകയാണ് ഈ ഒരു ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഷുഗറി ബീവറേജസ് അല്ലെങ്കിൽ ഹൈ ഷുഗർ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. ഇതും സെയിം കണ്ടീഷൻസ് ആണ് കോസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മൂഡ് അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽസിനെയൊക്കെ ഡിപ്പ് ചെയ്യാനും നമ്മുടെ സ്ലീപ്പ് ഡിപ്രവേഷനോ അല്ലെങ്കിൽ ഒരു പുവർ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് മെയിൻ ഗോൾസ് ഉണ്ട്. അതായത് ബെറ്റർ സ്ലീപ്പ് പാറ്റേൺ, പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ ആക്കുക, നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ കിടക്കാൻ ശ്രമിക്കുക, നമ്മുടെ ആ ഒരു സ്ക്രീൻ ടൈം കുറച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്, അതായത് നമ്മുടെ ബിഞ്ച് ഈറ്റിംഗ് അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ് പോലെയുള്ള ആ ഒരു നമ്മുടെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ളൊരു പ്രവണത നമ്മൾ മാറ്റി വരിക. അതേപോലെ ഹെൽത്തി ചോയ്സസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക നമ്മുടെ ഡയറ്റിലേക്ക്. പിന്നെ വരുന്നതാണ് ഹൈഡ്രേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ നമുക്ക് ആവശ്യമാണ്. അതായത് ഒരു 2 to 3 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ ഡെയിലി നമ്മുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതേപോലെ വരുന്നതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്. കാരണം നമ്മൾ ഫിസിക്കലി ഇനാക്റ്റീവ് ആവും തോറും നമ്മുടെ ഈ ഒരു ക്രോണിക് സ്ട്രെസ് ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ബെറ്റർ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ ഈ ഒരു സ്ട്രെസ് മാനേജ്മെന്റിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് വയ്ക്കുക എന്നുള്ളത്. കാരണം ഇത് നമ്മുടെ മോസ്റ്റ്ലി ഡയറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇതെല്ലാം കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് വെക്കുന്നതാണ്. അപ്പം നമ്മളൊരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ത്രൂ ഔട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.